ഹായ് ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഓണക്കാലൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇതെൻ്റെ അമ്മൂമ്മേൻ്റെ സാരിയാണ് കേട്ടോ. അപ്പം ആ വീഡിയോ എടുക്കുന്നിടയിൽ എനിക്ക് നല്ലോണം ഒന്ന് ഒരുങ്ങാൻ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ഫൗണ്ടേഷനും ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഷൂട്ടിനും പിന്നെ ഭയങ്കര അടുത്ത ആൾക്കാരുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ളൊരു ഇവൻറ്റ് വരുമ്പോഴായിരിക്കും ഞാൻ കുറച്ചെങ്കിലും ഒന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു പ്രോപ്പർ വെഡ്ഡിങ് ഗസ്റ്റിൻ്റെ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലാത്ത, മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ഒക്കെ ചെയ്യാം. ഞാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എൻ്റെ ഫേസിന് ചേരുന്നത് ഞാൻ ചെയ്ത് പഠിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതും പ്രോപ്പറായിട്ട് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാം, നിങ്ങൾക്കും കൂടി ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടി മോയ്സ്ചറൈസർ ഇട്ടു. ബേസ് നന്നായിട്ടിരുന്നാൽ മേക്കപ്പും നന്നായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൺസീൽ ചെയ്തു. ഫൗണ്ടേഷൻ ഞാൻ ആ ചീക്കിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇട്ടിരുന്നത്. എൻ്റെ ഫോർഹെഡിൽ ഒരു ബ്ലാക്ക് പാച്ച് ഉള്ളതുകൊണ്ട് ഞാനത് കൺസീൽ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ എനിക്ക് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇട്ടത്. ഈ പുറകിലേക്ക് പോയി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തുനിന്നുള്ള ആ ലൈറ്റ് കാരണം എനിക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. അപ്പോൾ പുറകിലേക്ക് പോയി നോക്കുമ്പം എനിക്ക് ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ട് എവിടെയാണ് ബ്ലെൻഡ് ആവാത്തതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ പോയി നോക്കണേ. സൺലൈറ്റിൽ കറക്റ്റ്, ഡേ ലൈറ്റിൽ ശരിക്കും നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ പോരായ്മകളുണ്ടെന്ന്. ചില ആൾക്കാർ ഈ ക്യാമറ ലൈറ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോ ലൈറ്റിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കേക്കായിട്ട് മേക്കപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഐബ്രോസ് എനിക്ക് ഭയങ്കര കട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കാട്ടാളന്മാരെ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതും ബ്രൗൺ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാലറ്റ് വാങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. എൻ്റെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ കണ്ണല്ല, പക്ഷെ നീണ്ട കണ്ണാണ്. അപ്പോൾ ഞാൻ ഈ കാജൽ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതായിട്ട് തോന്നും. അതേപോലെ എൻ്റെ ഫേസ് ഭംഗിയില്ലാത്ത പോലെ, ടയേർഡായ പോലെ ഫീലും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു റീസൺ ഞാൻ കണ്ണ് എഴുതാത്തത്. പിന്നെ എഴുതുകയാണെങ്കിലും ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട്, ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ എൻസിലോ പിന്നെ ഈ മുകളിൽ എഴുതുന്ന സമയത്തൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുക. അപ്പോൾ കണ്ണ് നമ്മൾ മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ആ ഒരു ഭംഗിയെ നഷ്ടപ്പെടും. എൻ്റെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കണ്ണുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി വലിയ കണ്ണായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഈ വൈറ്റ് കാജൽ. ഇത് ഞാൻ വേറെ ഏതോ പ്രോഡക്റ്റ് വാങ്ങാൻ പോയപ്പം അവിടുത്തെ ചേച്ചി എനിക്ക് എഴുതിയിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സെയിം സാധനത്തിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം ഏതാ പ്രോഡക്റ്റ്. ഇതാ കാജൽ എഴുതുന്ന സമയത്ത് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് എഴുതുക, അല്ലെങ്കിൽ ഫുൾ കൊളാവും. ഇപ്പോൾ ഞാൻ ആ എൻസിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ലോവർ വാട്ടർ ലൈനിലേക്ക് ഫുൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണ് ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റിസ്കേ എടുക്കാൻ പോകാറില്ല. ഞാൻ ബ്ലഷാണ് ഇടുന്നത്. ഇതൊന്നും ആരടുത്തും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസിനനുസരിച്ചിട്ട് ചെയ്യാൻ പഠിച്ചെങ്കിലും എപ്പോഴും ബ്ലഷ് ഇടുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷനാണ് എവിടെയാണ് ഇടുക എന്നുള്ളത്. അത് ഞാൻ ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ബോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം അത് വലിയ ഇതായിട്ട് ബോദർ ചെയ്യാൻ പോകാറില്ല. അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കും. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന മസ്കാര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മസ്കാരയാണ്. ഞാൻ ഇതിലും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കൺപീലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മസ്കാരയും ലിപ്സ്റ്റിക്കും മാത്രം യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ദിസ്. സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ ഞാൻ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൗഡർ ബേബി പൗഡറാണ്. ഞാൻ യൂഷ്വലി ബേബി പൗഡറാണ് യൂസ് ചെയ്യാറ്. കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തത്.
ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ലിപ്പ് ലൈൻ ചെയ്യുന്നു. ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിനാണ് പോയത്. റെഡ് വേണ്ടാന്ന് വിചാരിച്ചു, കാരണം ഓൾറെഡി എൻ്റെ സാരി, ബ്ലൗസ് എല്ലാം ഒരു പിങ്ക് പോലെയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എൻ്റെ ലിപ്പ് പോപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും ദ എൻറ്റയർ ലുക്ക്. അപ്പോൾ ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്തത്. അത് എൻ്റെ കണ്ണും ഞാനിന്ന് അത്യാവശ്യം ചെയ്തതുകൊണ്ട് ആ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് കൂടി വരുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഹൈലൈറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈലൈറ്റർ നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് ഹൈലൈറ്റർ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഫോട്ടോസിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഹൈലൈറ്റർ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അതും നിങ്ങൾ ഹൈലൈറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ സ്കിന്നിന് പറ്റിയ ഹൈലൈറ്റർ മാത്രം ചൂസ് ചെയ്യുക. ഷെയ്ഡ് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അത് മേടിക്കാം. ഇനി ഒരു നല്ല ബിന്ദി കൂടി വെച്ചാൽ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റായി. ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, മേക്കപ്പ് കംപ്ലീറ്റായി. ഞാൻ ഇട്ടതൊരു ഗ്രീൻ ബിന്ദിയാണ്, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാം പിങ്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അപ്പം അതൊരു കോൺട്രാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിങ്ക് മാറ്റിയിട്ട് ഗ്രീൻ ബിന്ദി വെച്ചത്. പിന്നെ ഞാൻ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്, എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ലുക്കാണ്. ഓണം വരാണ്, അപ്പം ഗേൾസിനൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.